തിയററ്റിക്കൽ ഓർ മിനിമം മാസ് ഓഫ് എയർ റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് കമ്പസ്റ്റൻ. അപ്പോൾ അത് നമ്മൾ സോളിഡ് ഫ്യൂൽസിൻ്റെ കേസിൽ നോക്കാം. ലെറ്റ്സ് സേ ഞാനൊരു 100 കിലോഗ്രാം ഓഫ് ഒരു പർട്ടിക്കുലർ ഫ്യൂവൽ എടുക്കുകയാണ്. ഓക്കെ, 100 കിലോഗ്രാം ഓഫ് ഒരു പർട്ടിക്കുലർ ഫ്യൂവൽ എടുക്കുകയാണ്. ആ ഫ്യൂവലിനകത്തുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഹാസ് കാർബൺ, ദെൻ ഹൈഡ്രജൻ ആൻഡ് സൾഫർ. ഈ 3 കമ്പോണൻസ് മാത്രമാണ് ആ ഫ്യൂവലിനകത്തുള്ളത് എന്ന് അസ്യൂം ചെയ്യാം. സോ ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ദിസ് 100 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ കണ്ടെയ്ൻസ് C കിലോഗ്രാം ഓഫ് കാർബൺ. കാർബണിൻ്റെ മാസിൻ്റെ വാല്യൂണ് ഞാൻ പറയുന്നത് C കിലോഗ്രാം. ദെൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഐ ഹാവ് H2 കിലോഗ്രാം ആൻഡ് സൾഫർ എന്ന് പറയുന്നത് S കിലോഗ്രാം. ഇവിടെ എഴുതിയിരിക്കുന്ന CH2 ആൻഡ് S റെപ്രസെൻറ്റ് ചെയ്യുന്നത് കുറച്ച് പർട്ടിക്കുലർ മാസ് വാല്യൂസ് ആണ്. സോ ഫോർ എൻ എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഇപ്പോൾ സിയുടെ മാസ് എന്ന് പറയുന്നത് 60 ഉണ്ടായിരുന്നു. അതായത് 100 കിലോഗ്രാം ഓഫ് ഫ്യൂവലിനകത്ത് 60 കിലോഗ്രാം ഓഫ് കാർബൺ ഉണ്ട്. ദെൻ H2 എന്ന് പറയുന്നത് 20 കിലോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇപ്പോൾ എത്രയായി? 60 + 20 80 ആയി. സോ റിമൈനിങ് 20 കിലോഗ്രാം എന്ന് പറയുന്നത് സൾഫറുമാണ്. ആ ഒരു രീതിയിൽ എടുക്കുക. ഇത് ഞാനൊരു 1 കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്ത് പറയുവാണ്. 1 kg ഓഫ് ഫ്യൂവൽ contains C kilogram of carbon, H2 kilogram of hydrogen and S kilogram of sulfur. Okay, so ഇങ്ങനെ കോമ്പോസിഷനുള്ള ഒരു 1 കിലോഗ്രാം ഓഫ് ഫ്യൂവലിൻ്റെ കംപ്ലീറ്റ് കമ്പഷന് വേണ്ടി എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് എയർ ആണ് വേണ്ടത് എന്നാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ കമ്പഷൻ ഇക്വേഷൻ ഫോർ ഫ്യൂവൽസ് എഴുതിയിട്ടുണ്ടായിരുന്നു. 1 കിലോഗ്രാം ഓഫ് കാർബണിന് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8/3 കിലോഗ്രാം ഓഫ് ഓക്സിജൻ ആണ്, അല്ലേ? കംപ്ലീറ്റ് കമ്പഷൻ, അതായത് CO2 ആയിട്ട് മാറാനായിട്ട് 1 കിലോഗ്രാം ഓഫ് കാർബണിന് വേണ്ടത് 8/3 കിലോഗ്രാം ഓഫ് ഓക്സിജൻ ആണ്. സോ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ 1 kg ഓഫ് കാർബൺ നീഡ്സ് 8/3 kg ഓഫ് ഓക്സിജൻ. അതുപോലെ H2ൻ്റെ കൺവേർഷന് വേണ്ടിയിട്ട് എന്തായിരുന്നു ആവശ്യം? 1 കിലോഗ്രാം ഓഫ് H2 എന്ന് പറയുന്നത് 8 കിലോഗ്രാം ഓഫ് ഓക്സിജൻ ആണ് വേണ്ടത് ഫോർ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 9 കിലോഗ്രാം ഓഫ് H2 ആയിട്ട് കൺവേർട്ട് ആവാനായിട്ട്. സോ 1 kg ഓഫ് ഹൈഡ്രജൻ നീഡ്സ് എത്രയായിട്ട് പറഞ്ഞാൽ 8 കിലോഗ്രാം ഓഫ് ഓക്സിജൻ. ഓൾസോ സൾഫറിൻ്റെത്, സൾഫർ 1 കിലോഗ്രാമിന് 1 കിലോഗ്രാം ഓഫ് ഓക്സിജൻ തന്നെയാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്. ഓക്കെ, സോ 1 കിലോഗ്രാം ഓഫ് സൾഫർ നീഡ്സ് 1 kg ഓഫ് ഓക്സിജൻ. സോ ഇത് മൂന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് മൂന്നുമാണ് നമ്മൾ എടുത്തിരിക്കുന്ന 1 കിലോഗ്രാം ഓഫ് ഫ്യൂവലിലെ കോൺസ്റ്റുവൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാറ്റ് 1 kg ഓഫ് ഫ്യൂവലിന് റിക്വയർഡ് ആയിട്ടുള്ള ടോട്ടൽ ഓക്സിജൻ കണ്ടന്റ് എത്രയായിരിക്കും? 1 kg ഓഫ് ഫ്യൂവൽ requires 8/3 kg for carbon plus 8 kg for hydrogen and 1 kg for sulfur. So total it becomes നമ്മുടെ 1 കിലോഗ്രാം ഓഫ് ഫ്യൂവലിനകത്ത് C കിലോഗ്രാം ഓഫ് കാർബൺ ഉള്ളത്. സോ 1 കിലോഗ്രാം ഫ്യൂവൽ റിക്വയർ C കിലോഗ്രാം ഓഫ് കാർബൺ ഇൻറ്റു 8/3 കിലോഗ്രാം. ഓക്കെ, 1 കിലോഗ്രാം കാർബണിന് വേണ്ടതാണ് 8/3 കിലോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ ഒരു 1 കിലോഗ്രാം ഫ്യൂവലിനകത്ത് C കിലോഗ്രാം എന്ന് പറയുന്നത് കാർബണാണ്, അല്ലെങ്കിൽ അതിൻ്റെ C പോർഷൻ എന്ന് പറയുന്നത് കാർബണാണ്. സോ അത്രയും കാർബണിന് ബേൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് C ഇൻറ്റു 8/3 മീൻസ് ഞാൻ റേഷ്യോ എഴുതാം. ഈ 1 കിലോഗ്രാം എന്ന് പറയുന്നതിനകത്ത് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും സൾഫറിൻ്റെയും റേഷ്യോസ് ഞാൻ നേരത്തെ 60-20-20 എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞാൽ എത്ര വരും? 0.6 ആൻഡ് 0.2 ആൻഡ് 0.2. ഇത് മൂന്നിൻ്റെയും കൂടെ സമ്മാണ് നമുക്ക് 1 കിലോഗ്രാം കിട്ടിയിരിക്കുന്നത്, അല്ലേ? സോ നമുക്ക് 1 കിലോഗ്രാം ഓഫ് കാർബൺ ബേൺ ചെയ്യാനാണ് 8/3 കിലോഗ്രാം ഓഫ് ഓക്സിജൻ വേണ്ടത്. ഇവിടെ പക്ഷേ 1 കിലോഗ്രാം കാർബൺ ഇല്ല, 0.6 കിലോഗ്രാമേ ഉള്ളൂ. അപ്പം ആ ഒരു മാസിനെയാണ് ഈ C എന്ന ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ C കിലോഗ്രാം ഓഫ് കാർബൺ ഇൻറ്റു 8/3 പ്ലസ് ഹൈഡ്രജൻ്റെ കമ്പൗണ്ട് എത്രയായിരുന്നു? H2 ആയിരുന്നു. H2 ഇൻറ്റു 8 പ്ലസ് സൾഫറിൻ്റെത് S ഇൻറ്റു 1. ഓക്കെ,
ഇതാണ് ദ ടോട്ടൽ മാസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ്. മൊത്തം എത്ര മാസ് ഓഫ് ഓക്സിജനാണ് ഈ ഫ്യൂവലിൻ്റെ കംപ്ലീറ്റ് കമ്പഷന് ആവശ്യമുള്ളതെന്ന് റിക്വയർ ചെയ്യാനായിട്ട്. പ്രോബ്ലം നിങ്ങൾക്ക് കുറച്ച് എളുപ്പമാവും, കാരണം സിയുടെ ഒക്കെ വാല്യൂസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് ആ ഒരു ഫ്യൂവലിനകത്ത് ഓൾറെഡി ഒരു ഇഫ് ഫ്യൂവൽ കണ്ടെയ്ൻസ് O2 കിലോഗ്രാം ഓഫ് ഓക്സിജൻ, അതായത് ഫ്യൂവലിനകത്ത് ഓൾറെഡി ഒരു O2 കിലോഗ്രാം ഓഫ് ഓക്സിജൻ അവൈലബിൾ ആയിരുന്നു എങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറിയെന്നെ? ബിക്കംസ് C കിലോഗ്രാം ഇൻറ്റു 8/3 പ്ലസ് H2 കിലോഗ്രാം ഇൻറ്റു 8 പ്ലസ് S ഇൻറ്റു 1 ദി ഹോൾ മൈനസ് O2 കിലോഗ്രാം ഓഫ് ഓക്സിജനും ആയിരുന്നു. കാരണം ടോട്ടലി നമുക്ക് ഇത്രയും കിലോഗ്രാം ഓഫ് ഓക്സിജനാണ് ആവശ്യമുണ്ടായിരുന്നത്. പക്ഷേ ഫ്യൂവലിനകത്ത് ഓൾറെഡി ഒരു O2 കിലോഗ്രാം ഓഫ് ഓക്സിജൻ ഉണ്ട്. എന്നിട്ട് പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ആ ഫ്യൂവലിൻ്റെ കമ്പോണൻസ് പറയുമ്പോഴത്തേക്കും കാർബൺ, ഹൈഡ്രജൻ, സൾഫർ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ ഓക്സിജൻ കണ്ടന്റ് കൂടെ പറയും. അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ഇത്രയും എമൗണ്ട് ഓഫ് ഓക്സിജൻ സബ്സ്ട്രാക്ട് ചെയ്യണം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഇത്ര നമ്മൾ പറഞ്ഞു തന്നെല്ലാം തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ റിക്വയർഡ് ആണ്. നമ്മൾ ഡിറൈവ് ഉദ്ദേശിക്കുന്നത് ദ തിയററ്റിക്കൽ മാസ് ഓഫ് എയർ ആണ്. ഓക്കെ, നമുക്കറിയാം എയറിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 77% ഓഫ് നൈട്രജൻ ആൻഡ് 23% ഓഫ് ഓക്സിജൻ ആണ്. ഓക്കെ, ശരിക്കും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓൾമോസ്റ്റ് %% ഓഫ് ഇമ്പ്യൂരിറ്റീസും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് വരും. അല്ലെങ്കിൽ മേജർ കോൺസ്റ്റൻറ്റ് എന്ന രീതിയിൽ 77% ഓഫ് നൈട്രജനും 23% ഓഫ് ഓക്സിജനുമാണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ബൈ മാസ് പറയുമ്പോഴാണ്, അതിൻ്റെ ഒരു കിലോഗ്രാം വെയ്റ്റിൻ്റെ ബേസിൽ പറയുമ്പോഴാണ് 77 ഒരു 100 കിലോഗ്രാം ഓഫ് എയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 77 കിലോഗ്രാം നൈട്രജനും 23 കിലോഗ്രാം ഓക്സിജൻ ആയിരിക്കും ഉണ്ടായിരുന്നത്. ഇനി അതല്ല, അതിൻ്റെ ഒരു വോളിയം, അതിൻ്റെ ഒരു അത് ഒക്കെ വരുന്ന സ്പേസിൻ്റെ ബേസിൽ പറയുവാണെങ്കിൽ 79% നൈട്രജനും ആയിരിക്കും ആൻഡ് 21% മാത്രമായിരിക്കും ഓക്സിജൻ ഉണ്ടാകുന്നത് ബൈ വോളിയം. ഓക്കെ, സോ ബൈ മാസ് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് 1 കിലോഗ്രാം ഓഫ് ഓക്സിജൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോർ 1 kg ഓഫ് ഓക്സിജൻ ഞാൻ എത്രത്തോളം എയർ സക്ക് ചെയ്യേണ്ടി വരും? എയർ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം എന്ന് പറയുന്നതിനകത്ത് 23 ബൈ മാസ് പറയുവാണേ 23 ആണ് ഓക്സിജനും പ്ലസ് 77 നൈട്രജനുമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 1 പാർട്ട് ഓഫ് അല്ലെങ്കിൽ 1 കിലോഗ്രാം ഓഫ് ഓക്സിജൻ വേണമെങ്കിൽ എത്രത്തോളം കിലോഗ്രാം ഓഫ് എയർ ആയിരിക്കും വേണ്ടി വരുന്നത്? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 100 ബൈ 23, 4.35 കിലോഗ്രാം ഓഫ് എയർ എടുത്താലാണ് എനിക്ക് 1 കിലോഗ്രാം ഓഫ് ഓക്സിജൻ കിട്ടുന്നത്. ബാക്കി പാർട്ടെന്ന് പറയുന്നത്, അതായത് 1 കിലോഗ്രാം ഓഫ് എയർ എടുത്താൽ എനിക്ക് ഒരിക്കലും 1 കിലോ ഓഫ് ഓക്സിജൻ കിട്ടത്തില്ല, കാരണം അത് 77% നൈട്രജൻ ആയതുകൊണ്ട്. സോ എനിക്ക് 1 കിലോഗ്രാം ഓഫ് ഓക്സിജൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 4.35 കിലോഗ്രാംസ് ഓഫ് എയർ എങ്കിലും എടുക്കേണ്ടി വരും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ഓഫ് എയർ റിക്വയർഡിൻ്റെ ഇക്വേഷൻ, ഈ ഇക്വേഷനിൽ ഇങ്ങനെ എഴുതാം: ഫോർ ദി കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 1 kilogram of fuel which already has some oxygen content, we require 4.35 times C into 8/3 plus H2 into 8 plus S into 1 minus O2 kilogram of air. Okay, ഇതിൽ 4.35 മറച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ റിക്വയർഡ് ആണ്. അപ്പം അത്രയും ഓക്സിജൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ടേക്ക് 4.35 പാർട്സ് ഓഫ് എയർ. സോ 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ റിക്വയർസ് ഈ ഒരു ടോട്ടൽ വാല്യൂ 4.35 ഇൻറ്റു ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് അല്ലെങ്കിൽ ഇത്രയും കിലോഗ്രാം ഓഫ് എയർ എടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ഇതേ ഇക്വേഷൻ ഞാൻ ബൈ വോളിയത്തിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയണം? 79%ഉം 21% ആണ് ഓക്സിജൻ്റെ വോളിയം ബേസിലുള്ളത്. അപ്പം ആ ഒരു ബേസിൽ തന്നെ കൺവേർട്ട് ചെയ്യണം. അതായത് 100 ഡിവൈഡഡ് ബൈ 21 വരുന്ന റേഷ്യോയുടെ ബേസിലായിരിക്കും നമ്മൾ ബൈ വോളിയം പറയുകയാണെങ്കിൽ വരുന്നത്.